തിരുവനന്തപുരം ബാലരാമപുരത്ത് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിലായി എന്ന വാർത്ത. വഴിമുക്ക് സ്വദേശി കുമാറാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത്. ആലുവിള സ്വദേശിയായ ബിജുവിനെ ഇന്നലെയാണ് കുമാർ കുത്തിക്കൊലപ്പെടുത്തിയത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഈ ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഇവർ സുഹൃത്തുക്കളായിരുന്നു, അതായത് കൊല്ലപ്പെട്ട ബിജുവും ഈ പ്രതി കുമാറും സുഹൃത്തുക്കളായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവരുടെ പ്രതികരണം നമുക്ക് ഇന്നലെ തന്നെ ലഭിച്ചതുമാണ്. അവർ പറയുന്നത് ഇന്നലെ രാവിലെ ഇവർ ഈ ബിജുവിന്റെ വീട്ടിനടുത്തിരുന്ന് മദ്യപിച്ചിരുന്നു. കുമാറും ബിജുവും തമ്മിൽ മദ്യപിച്ചിരുന്നു. അതിനുശേഷം അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. തുടർന്ന് ഇരുവരും പിരിഞ്ഞു പോയി. അതിനുശേഷം വൈകുന്നേരം 6 മണിയോടെ കുമാർ ഈ ബിജുവിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അതായത് ആലുവിളയ്ക്ക് സമീപത്തെ ബിജുവിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ നിന്നത് ബിജുവിനെ വിളിച്ചിറക്കി സമീപത്തെ കനാലിന് സമീപം എത്തിച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് ഈ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ഈ പ്രതി എവിടെയാണെന്ന് ഇന്നലെ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ബാലരാമപുരം പോലീസാണ് കേസെടുത്ത് പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയത്. ഇന്ന് രാവിലെയാണ് പ്രതി ഈ സമീപ പ്രദേശത്ത് നിന്ന് തന്നെ, അതായത് ആലുവിളയ്ക്ക് സമീപത്ത് നിന്ന് തന്നെ ഈ പ്രതി പിടിയിലായത്. പുലർച്ചെ മറ്റൊരു സ്ഥലത്തേക്ക് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പ്രതി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കുമാറിനെ ചോദ്യം ചെയ്യുന്നതിനായി ഉന്നത പോലീസ് സംഘം സ്ഥലത്ത് എത്തുമെന്ന് ബാലരാമപുരം പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കാരണം എന്താണ് നാട്ടുകാർ പറയുന്നത് അല്ലാതെ പോലീസിന്റെ ഭാഷ്യം ഇനിയും വ്യക്തമല്ല. മുൻവൈരാഗ്യമാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാണെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്താലേ ഈ കാരണം വ്യക്തമാകൂ എന്നാണ് ബാലരാമപുരം പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്.